ഹായ് ഫ്രണ്ട്സ്, കിസാൻ വാനിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിക്കാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പച്ചക്കറി കൃഷിയാണ്. അപ്പോൾ കൃഷിയിലേക്ക് നമുക്ക് പോവാം. അതായത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനും അവിയലുണ്ടാക്കാനും തോരലുണ്ടാക്കാനും ഒക്കെ പറ്റിയ ഒരു നല്ല പോഷക ഗുണമുള്ള ഒരു പച്ചക്കറി കൃഷിയാണ് പടവല കൃഷി. അപ്പൊ ഈ കൃഷി ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒരുക്കാനുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി വേണ്ടത് വിശാലമായ ഒരു പന്തൽ വേണം. നല്ലതുപോലെ പടർന്ന് പന്തലിക്കുന്ന ഒരു പച്ചക്കറിയാണ് പടവലം. അടുത്തതായി നല്ലതുപോലെ സൂര്യപ്രകാശവും നല്ല നീർവാഴ്ചയുമുള്ള ഒരു സ്ഥലം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നല്ല ഫലഭൂയിഷ്ഠമായ മണലായിരിക്കണം. നല്ല വളപ്രയോഗം അത്യാവശ്യമാണ്. മറ്റ് പച്ചക്കറിയെ അപേക്ഷിച്ച് വലിപ്പം കൂടുതലാണ് പടവലത്തിന്. എന്നാൽ മറ്റ് പച്ചക്കറിയേക്കാൾ വളരെ സിമ്പിളായി കൃഷി ചെയ്യാൻ പറ്റും. ധാരാളം വിളവും ലഭിക്കും. അതുപോലെ തന്നെ പാവലും വെണ്ടയും തണ്ണിമത്തനും ചുരയ്ക്കായും എന്നൊക്കെ പോലെ തന്നെ എപ്പോഴും നല്ല തണുപ്പ് ചെടിയുടെ ചുവട്ടിൽ വേണം. അതിന് വളപ്രയോഗം ചെയ്യുമ്പോൾ ചാണക സ്ലറി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ചാണക സ്ലറിയും ചപ്പ് ചവറുകളും കരികലയും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല തണുപ്പ് വരുത്തിയാൽ ഇതുപോലെ ലളിതമായി കൃഷി ചെയ്യാൻ പറ്റിയ ഒരു കൃഷി വേറെയില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പൂത്തു തുടങ്ങിയാൽ ഒരു 20 ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. നന്നായി വിളവ് വന്ന പടവലക്ക എന്ന് പറഞ്ഞാൽ നെക്കി നോക്കിയാൽ നല്ല ഉറപ്പായിരിക്കും. അതായത് ഒരുമാതിരി നല്ല കട്ടിയായിരിക്കും. അപ്പോൾ വിളഞ്ഞെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുന്നത് ചാണകപ്പൊടി, ചകിരിച്ചോറ്, മറ്റ് ജൈവവളങ്ങൾ, വേപ്പിൻ പിണ്ണാക്ക്, ട്രൈക്കോട്ടർമ എന്നിവ മിക്സ് ചെയ്ത് വളപ്രയോഗം നടത്തണം. അതുപോലെ തന്നെ മറ്റ് പച്ചില വളങ്ങൾ ഉപയോഗിക്കാം. പിന്നെ 19-19-19 എന്ന NPK ഗ്രാനുവൽസ്, അതായത് 1 ലിറ്റർ വെള്ളത്തിൽ 4 ഗ്രാം വരെ എടുത്തിട്ട് സ്പ്രേ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ രാസവളം പ്രയോഗിക്കുന്നതിന് തെറ്റില്ല. പിന്നെ പടവളം 2 ടൈപ്പ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നീളം കുറഞ്ഞ ടൈപ്പും ഉണ്ട്, നീളം കൂടിയതുണ്ട്. നീളം കൂടിയതെന്ന് പറയുന്നത് ഏകദേശം ഒരു 80 സെൻറ്റിമീറ്റർ വരെ വലിപ്പം വരും. അപ്പോൾ അതൊക്കെ നല്ല നല്ല തൂക്കമുള്ള പടവലയ്ക്കായാണ്. അതൊക്കെ ധാരാളം ഉണ്ടാവും. പിന്നെയെന്ന് വെച്ചാൽ അതിൻ്റെ കീട നിയന്ത്രണവും അതിൻ്റെ പ്രയോഗവും. ഇതിൻ്റെ പുഴുക്കളുടെ ആക്രമണം വരിക എന്ന് പറഞ്ഞാൽ ഇല ചുരുട്ടിപ്പുഴു വരും, ഇല വെട്ടിപ്പുഴു വരും, അതുതന്നെ വെള്ളീച്ച, കായീച്ച, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കുക എന്ന് വെച്ചാൽ നമ്മൾ സിഡോമോണസ്, അതായത് സിഡോമോണസ് 10 ഗ്രാം 15 ദിവസം കൂടുമ്പോൾ അതിന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ ബിവേറിയ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഈ രോഗം വരാതിരിക്കും. പിന്നെ നമ്മളിത് പടവലം കായ്ച്ച് തിരി ഇട്ടിങ്ങോട്ട് വരുമ്പോൾ തന്നെ നമ്മളൊരു കവറിട്ട് കൊടുക്കുക. കവറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു പരിധി വരെ അതിന് പുഴുവിൻ്റെ ആക്രമണം വരില്ല. വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം അത് 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം 5 ml ചേർത്ത് സ്പ്രേ ചെയ്താലും ഇതൊക്കെ മാറിക്കിട്ടും. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളീച്ചയുടെ ആക്രമണം വന്നു കഴിഞ്ഞാൽ അത് ആ പൊടി പോലെ ഇങ്ങനെ ഇലയുടെ മറുഭാഗത്ത് ധാരാളം പൊടിയായിരിക്കും. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗന്ധകം 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എടുത്ത് സ്പ്രേ ചെയ്താലും മാറും. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ഒന്ന് കമൻറ്റ് ചെയ്യണം. മറ്റു പുതിയ വിശേഷങ്ങളുമായി വരുന്നവരെ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.